ultimate Malayalam news channel. News Malayalam 24/7. അങ്ങനെ രാജ്യം കാത്തിരിക്കുന്ന ജനവിധി നാളെയാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നതിന് പിന്നാലെ തന്നെ ഓഹരി വിപണിയിൽ വലിയ കുതിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. സെൻസെക്സിൽ റെക്കോർഡ് വർധനവാണ്. മുംബൈ ഓഹരി സൂചിക 2600 പോയിന്റ് ഉയർന്ന് 76,000 കടന്നു. ദേശീയ ഓഹരി സൂചികയിലും കുതിപ്പുണ്ട്. പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി സൂചിക 4.50% ഉയർന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി.ജെ.പിക്ക് വൻ വിജയം പ്രവചിച്ചതിന് പിന്നാലെ പ്രതീക്ഷിച്ചതുപോലെ സെൻസെക്സും നിഫ്റ്റിയും റെക്കോർഡ് കുതിപ്പിൽ. 2600 പോയിന്റ് വരെയാണ് സെൻസെക്സിലെ നേട്ടം. സെൻസെക്സ് 76,738ഉം നിഫ്റ്റി 23,338ഉം കടന്നു. എല്ലാ സെക്ടറൽ സൂചികകളും മികച്ച നേട്ടത്തിൽ. പൊതുമേഖലാ ബാങ്ക് സൂചിക 4.50% ഉയർന്നു. നിഫ്റ്റി, ബാങ്ക്, ഓട്ടോ, ധനകാര്യ സേവനം, മീഡിയ, റിയാലിറ്റി സൂചികകൾ 3% നേട്ടത്തിൽ. ഇതാദ്യമായി നിഫ്റ്റി ബാങ്ക് സൂചിക 50,000 പിന്നിട്ടു. BSE മിഡ് ക്യാപ് സൂചികയിൽ 4%, സ്മോൾ ക്യാപ് സൂചികയിൽ 2%മാണ് നേട്ടം. അദാനി പോർട്സ്, ശ്രീറാം ഫിനാൻസ്, പവർ ഗ്രിഡ് കോപ്പ് തുടങ്ങിയ ഓഹരികൾ 10% വരെ നേട്ടമുണ്ടാക്കി. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, SBI, യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവ 3.50% ലാഭത്തിലാണ്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് മലയാളം. EPFO സേവനങ്ങൾക്ക് ഇനി പുത്തൻ മുഖം. ഇതിനായി പുതിയ സോഫ്റ്റ്വെയർ സംവിധാനം സജ്ജമാണെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അപേക്ഷകൾ അംഗീകരിക്കുന്നത് സൂക്ഷ്മ പരിശോധനയിലൂടെയാണ്. ഉപയോക്താക്കൾക്ക് ഇനി സേവനങ്ങൾ ലഭ്യമാകാൻ PF ഓഫീസുകൾ കയറിയിറങ്ങേണ്ട. എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. KYC വിവരങ്ങൾ തിരുത്താൻ ഇപ്പോൾ അംഗങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അംഗങ്ങളുടെ പേര്, ലിംഗം, ജനനത്തീയതി, രക്ഷിതാവിൻ്റെ പേര്, വിവാഹിതരാണോ അല്ലയോ, ദേശീയത, ആധാർ വിവരങ്ങൾ തുടങ്ങിയവ മാറ്റാനും തിരുത്താനുമെല്ലാം ഓൺലൈനായി തന്നെ അപേക്ഷ സമർപ്പിക്കാം. ഇതിന് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ പുതുക്കിയ പോർട്ടലിലൂടെയുള്ള അപേക്ഷകൾ രാജ്യത്തങ്ങോളമിങ്ങോളമുള്ള PF ഓഫീസുകളിലേക്ക് ഫോർവേഡ് ചെയ്യും. സൂക്ഷ്മ പരിശോധന നടത്തി മാത്രമേ അപേക്ഷകൾ അംഗീകരിക്കുകയുള്ളൂ. നിലവിൽ 2.75 ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളതെന്നും ഇതിൽ 40,000 അപേക്ഷകൾ ഫീൽഡ് ഓഫീസർമാർ അംഗീകരിച്ചതാണെന്നും തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. മാത്രമല്ല, അംഗങ്ങൾക്ക് ഇനി ഓഫീസിൽ നേരിട്ട് പോകാതെ തന്നെ PF അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനാകും. അഡ്വാൻസ് തുക കൈപ്പറ്റാനും ഈ നോമിനേഷനും സാധ്യമാകും. ഈ സാമ്പത്തിക വർഷം തുടങ്ങി ആദ്യ 2 മാസത്തിനകം 87 ലക്ഷം ക്ലെയിമുകൾ തീർപ്പാക്കിയെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം 24/7. ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് അറുതി വരുത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച ഇസ്രായേൽ ബന്ദികളുടെ മോചനം ആഗ്രഹിച്ചാണ് നിർദ്ദേശം അംഗീകരിക്കുന്നത് എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശനയ ഉപദേഷ്ടാവായ ഓഫിർ ഫാൽക്ക് വ്യക്തമാക്കി. സൺഡേ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. 7 മാസത്തിലേറെയായി തുടരുന്ന ഇസ്രയേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി 3 ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന നിർദ്ദേശങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ചത്. ആദ്യഘട്ടത്തിന് 6 ആഴ്ച ദൈർഘ്യമുണ്ടാകും. ഇക്കാലയളവിൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കുകയും വെടിനിർത്തൽ നടപ്പിലാക്കുകയും വേണം. ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യത്തെ ഒഴിപ്പിക്കും. ഹമാസ് ബന്ദികളെ വിട്ടയക്കും. പകരം 100 കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും. 2ാം ഘട്ടത്തിൽ സൈനികർ ഉൾപ്പെടെയുള്ള തടവുകാരുടെ മോചനം. 3ാം ഘട്ടത്തിലാണ് ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച ചർച്ചകൾ. അതേസമയം ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കുറ്റമറ്റതാണെന്ന് ഇസ്രയേൽ കരുതുന്നില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശനയ ഉപദേഷ്ടാവ് ഓഫിർ ഫാൽക്ക് പ്രതികരിച്ചു. ബന്ദികളുടെ മോചനം ഇസ്രയേൽ ആഗ്രഹിക്കുന്നതിനാലാണ് നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറായതെന്നും ഓഫിർ ഫാൽക്ക് വ്യക്തമാക്കി. ബൈഡന്റെ പ്ലാനിൽ ഇനിയും തിരുത്തലുകൾ ആവശ്യമാണെന്നും ഇസ്രയേൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. വയനാട്ടിൽ വീണ്ടും അരിവാൾ മരണമുണ്ടായി. അരിവാൾ രോഗിയായ യുവതി മരിച്ചത് വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് പരാതി. കാൽമുട്ട് വേദനയെ തുടർന്നാണ് സിന്ധുവിനെ ശനിയാഴ്ച രാവിലെ വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. സ്ത്രീകളുടെ വാർഡിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. സിന്ധുവിന്റെ അമ്മ ഗീത ഉടൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരോട് കാര്യം പറഞ്ഞെങ്കിലും നഴ്സുമാർ ഗീതയോട് തട്ടിക്കയറുകയാണ് ചെയ്തതെന്നും
ഡോക്ടറെ വിളിച്ചില്ലെന്നും ബന്ധുക്കൾ പരാതിപ്പെടുന്നു. എന്തായാലും സംഭവിച്ചെന്താണ്? ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ചയാണ് സിന്ധുവിന് കാലുവേദന തുടങ്ങിയത്. പിന്നെ ശനിയാഴ്ച രാവിലെ പോയി അഡ്മിറ്റാക്കി. പിന്നെ അന്ന് മരുന്നെല്ലാം കഴിച്ച് ലേശം കുറവുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വൈകിട്ട് ഒരു 5 മണിക്കൂർ മുന്നേ ഇവിടെ വയറെല്ലാം വീർക്കാൻ തുടങ്ങി. സീരിയസ് ആയിട്ട് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ അവിടെ പറഞ്ഞപ്പോൾ അവർ തട്ടിക്കഴിച്ചു. അമ്മയെ പോയി ചോദിച്ച് വിളിക്കുന്നുണ്ട്, നിങ്ങൾ മാത്രമല്ല രോഗി, വേറെ ആൾക്കാർ രോഗിയുണ്ട്, നിങ്ങൾ മാത്രം നോക്കിയാൽ പോരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ ആണെങ്കിൽ രക്ഷപ്പെടുത്താൻ. ഡോക്ടർ വന്നില്ല? കുറേ കഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞു. ഓക്സിജൻ കുറച്ച് പോയി. നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ. പിന്നീട് സിന്ധുവിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ഡോക്ടർ എത്തിയത്. അപ്പോഴേക്കും മരണവും സംഭവിച്ചിരുന്നു. മരിച്ച രോഗിയെ തങ്ങളെ സമാധാനിപ്പിക്കാനായി ICUവിലേക്ക് കൊണ്ടുപോയെന്നും അമ്മ ഗീത പറയുന്നു. ഉച്ച കഴിയുന്നതുവരെ സിന്ധുവിന് വലിയ അവശതകളൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയോടെ അവശത അനുഭവപ്പെട്ടപ്പോഴാണ് ഡോക്ടറെ വിളിക്കാൻ നഴ്സുമാരോട് പറഞ്ഞത്. എന്നാൽ മരുന്നല്ല ഭക്ഷണമാണ് വേണ്ടതെന്ന് പറഞ്ഞ് നഴ്സുമാർ ഭക്ഷണപാത്രം സിന്ധുവിന്റെ മടിയിൽ വെച്ചുകൊടുത്തുവെന്നും അമ്മ പറയുന്നു. പിന്നെ ഉച്ചവരെ അല്ലാണ്ട് പിന്നെ ആരും ഡോക്ടർ ഉച്ചവരെയും നോക്കിയിട്ടില്ല. രാത്രി 9 മണിയോടെയാണ് സിന്ധു മരിച്ചത്. മരണശേഷം നഴ്സുമാരെ ആശുപത്രിയിൽ നിന്ന് കാണാതായെന്നും ബന്ധുക്കൾ പറയുന്നു. മൃതദേഹം വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് മലയാളം, വയനാട്. കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇക്കുറി ജീവൻ മരണ പോരാട്ടമാണ്. UDF പാളയത്തിൽ നിന്ന് LDFനോടൊപ്പം ചേർന്നതോടെ കോട്ടയത്തെ ജനങ്ങൾ ഇക്കുറി കേരള കോൺഗ്രസ് എമ്മിനെ തള്ളുമോ കൊള്ളുമോ എന്നൊരാശങ്ക നേതാക്കൾക്കെല്ലാവർക്കുമുണ്ട്. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി തർക്കം കൂടി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പാർട്ടിക്ക് ചിന്തിക്കാനാവുകയുമില്ല. 2019 UDF മുന്നണിക്കൊപ്പം വോട്ട് തേടി വിജയിച്ച കേരള കോൺഗ്രസ് എം വൈകാതെ തന്നെ ഇടത്തേക്ക് ചുവടുമാറി. അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ ഇക്കുറി LDF സ്ഥാനാർത്ഥി. പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാരമ്പര്യമുള്ള കോട്ടയം ഇക്കുറി ഇടതിനൊപ്പം ചേർന്ന എം ഗ്രൂപ്പിനെ സ്വീകരിക്കുമോ തള്ളിക്കളയുമോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. പാർട്ടിയുടെ ഉറപ്പുകോട്ടയായിരുന്ന പാലാ കൈവിട്ടിട്ട് നാളേറെയായി. കോട്ടയം ലോക്സഭാ മണ്ഡലം കൂടി കൈവിട്ടാൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റിനു വേണ്ടി മുന്നണിക്കുള്ളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു പരാജയം കൂടി ഉണ്ടായാൽ മുന്നണിയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പോലും സാധിക്കില്ല. ഏറെ നാളായി വിജയങ്ങൾ അകന്നു നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന് ഇനിയൊരു പരാജയം കൂടി താങ്ങാൻ കരുത്തുണ്ടാവില്ലെന്നാണ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നത്. മറുവശത്ത് UDF മുന്നണി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവസാന നിമിഷവും. ന്യൂസ് മലയാളം, കോട്ടയം. INL സംസ്ഥാന അധ്യക്ഷൻ അഹമ്മദ് ദേവർകോവിൽ 2 വർഷമായി മുസ്ലിം ലീഗിലേക്ക് പോകാൻ ശ്രമം തുടരുന്നുണ്ട് എന്നാണ് നാഷണൽ ലീഗ് പറയുന്നത്. ലീഗുമായി അവിശുദ്ധ ബന്ധമാണ് ദേവർകോവിലിനെന്നും നാഷണൽ ലീഗ് പറയുന്നു. അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് എന്ന ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് പ്രതികരണം. സമസ്തയുമായി ലീഗ് ഐക്യത്തോടെ പോകണമെന്ന ഇടതുമുന്നണിയിലെ അഹമ്മദ് ദേവർകോവിലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആരോപണങ്ങളുമായാണ് നാഷണൽ ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. അഹമ്മദ് ദേവർകോവിലിന്റെ ലീഗ് പ്രവർത്തനത്തിന് തടസ്സം PMA സലാം ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഛിദ്രശക്തിയെന്ന് ഇപ്പോൾ പറയുന്നത്. എന്നും അവിശുദ്ധ കൂട്ടുകെട്ട് ലീഗുമായുള്ളയാളാണ് അഹമ്മദ് ദേവർകോവിലെന്നും നാഷണൽ ലീഗ് ആരോപിക്കുന്നു. ആ പത്രസമ്മേളനത്തിൽ അവർ ഉന്നയിച്ചത് അഹമ്മദ് ദേവർകോവിലും മുസ്ലിം ലീഗുമായി അവിശുദ്ധമായ ഒരാത്മബന്ധമുണ്ട്. അത് സഹിച്ച് അതിനോട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ 200ഓളം പേർ INLൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് പ്രഖ്യാപിച്ചു. അപ്പോൾ ആരെങ്കിലും സൃഷ്ടിച്ച ഒരു വ്യാജാരോപണമല്ല, ഇത് വഞ്ചനാത്മകമായ ഒരു അന്തർധാരയുടെ വെളിപ്പെടലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മതസംഘടനയായ സമസ്തയിൽ രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗ് ഇടപെടുന്നതും നാഷണൽ ലീഗ് ചോദ്യം ചെയ്യുന്നുണ്ട്. അഹമ്മദ് ദേവർകോവിൽ ലീഗുമായി ചർച്ച നടത്തിയെന്ന വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടതോടെ വിഷയം തള്ളാതെ ലീഗ് നേതാക്കളും രംഗത്തെത്തി.
എങ്കിലും എല്ലാം ഗൂഢാലോചനയെന്ന് പറഞ്ഞ് അഹമ്മദ് ദേവർകോവിൽ പ്രസ്താവന ഇറക്കിയെങ്കിലും കൂടുതൽ ആക്ഷേപങ്ങളുമായി പഴയ സഹപ്രവർത്തകർ പിറകിൽ തന്നെയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്. കടുത്ത മത്സരം നടന്ന ലക്ഷദ്വീപിൽ ഇത്തവണ ഇരു മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. മൂന്നാം തവണയും അംഗത്തിനിറങ്ങിയ NCPയിലെ മുഹമ്മദ് ഫൈസലും കോൺഗ്രസിലെ ഹംദുള്ള സെയ്ദും തമ്മിലാണ് വാശിയേറിയ പോരാട്ടം നടന്നത്. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഇത്തവണ രണ്ട് കക്ഷികളും പ്രചാരണായുധമാക്കിയത്. എന്നാൽ നിലവിലെ MPയെ അയോഗ്യനാക്കിയതടക്കം ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തിയത്. 1971 മുതൽ 2004 വരെ തുടർച്ചയായി കോൺഗ്രസിലെ PM സയ്യിദ് ലക്ഷദ്വീപിൽ നിന്നും വിജയിച്ചു. 2004 JDU സ്ഥാനാർത്ഥി P പൂക്കുഞ്ഞിയോട് കേവലം 71 വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിതാവിനെ തോൽപ്പിച്ചയാളെ മകൻ ഹംദുള്ള സെയ്ദ് പരാജയപ്പെടുത്തി. എന്നാൽ പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പിലും മുഹമ്മദ് ഫൈസൽ ഹംദുള്ളയെ തോൽപ്പിച്ചു. ഇത്തവണ 84% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആകെയുള്ള 57,784 വോട്ടുകളിൽ 48,468 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. ന്യൂസ് മലയാളം, കൊച്ചി. പാൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമൂൽ ലിറ്ററിന് 2 രൂപ വീതമാണ് പുതുക്കിയ വില. ഈ വില പ്രാബല്യത്തിലും വന്നു. അമൂലിന് കീഴിൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് വിലവർധന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മൊത്തത്തിലുള്ള പ്രവർത്തന ചെലവും ഉൽപാദന ചെലവും വർദ്ധിച്ചതാണ് വിലവർധനവിന് പിന്നിലെ പ്രധാന കാരണമെന്ന് GCMMF അറിയിച്ചു. അമൂൽ പുറത്തിറക്കുന്ന വിവിധ തരം പാൽ ഉൽപ്പന്നങ്ങളായ അമൂൽ ഗോൾഡ്, അമൂൽ ശക്തി, അമൂൽ ടീ സ്പെഷ്യൽ മിൽക്ക് എന്നിവയ്ക്കും വിലവർധനവ് ബാധകമായിരിക്കും. പാലിനൊപ്പം തൈരിന്റെ വിലയും വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 66 രൂപയ്ക്കാണ് അമൂൽ ഗോൾഡ് ഇപ്പോൾ വിൽക്കുന്നത്. അമൂൽ ടീ സ്പെഷ്യൽ ലിറ്ററിന് 62 രൂപയിൽ നിന്നും 64 രൂപയായപ്പോൾ അമൂൽ ശക്തി ലിറ്ററിന് 62 രൂപയായിട്ടുണ്ട്. 2023 ഫെബ്രുവരിയിലാണ് അവസാനമായി GCMMF പാൽവില ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. അമൂലിന് കീഴിൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ജീവനാന്തം പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോവുകയാണ്. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ച് നിശ്ചിതമായൊരു തുക വിരമിച്ച ശേഷം മാസം തോറും നൽകാൻ ഉദ്ദേശിച്ചായിരുന്നു ഈയൊരു പദ്ധതി തുടങ്ങിയത്. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് വിദഗ്ധനെ നിയമിച്ച് ഉത്തരവിറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പദ്ധതിയിൽ നിന്നുള്ള പിന്നോട്ടുപോക്ക്. ജീവാനന്ദം എന്ന പേരിൽ ഇൻഷുറൻസ് വകുപ്പ് വഴി പദ്ധതി നടപ്പാക്കാനും അതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയും ഉത്തരവിറക്കിയതിനും പിന്നാലെയാണ് സർക്കാരിന്റെ പിന്നോട്ടുപോക്ക്. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കി അവർ വിരമിച്ച ശേഷം മാസം തോറും ഒരു തുക പെൻഷൻ മാതൃകയിൽ നൽകാനായിരുന്നു ഉദ്ദേശം. എന്നാൽ ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പദ്ധതിയിൽ എതിർപ്പ് പ്രകടമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ പദ്ധതി നിർബന്ധമല്ല എന്ന വിശദീകരണവുമായി രംഗത്തെത്തി. ജീവനക്കാർ ആഗ്രഹിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിനും വിരമിച്ച ശേഷം സ്ഥിര വരുമാനം ലഭ്യമാക്കുന്നതിനുമാണ് പദ്ധതി ആരംഭിക്കുന്നതെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. പൂർണ്ണമായും പെൻഷൻ പദ്ധതി എന്ന രീതിയാണ് ഉദ്ദേശിച്ചതെന്നും പങ്കാളിത്ത പെൻഷനുമായി ഇതിന് ബന്ധമില്ലെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. കൊല്ലം ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നിലച്ചതോടെ ദുരിതത്തിലായി നാട്ടുകാർ. പാലം പണി ആരംഭിച്ചതോടെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. യാത്രാക്ലേശം തുടരുമ്പോഴും മേൽപ്പാല നിർമ്മാണം എന്ന് പൂർത്തിയാക്കും എന്ന കാര്യത്തിൽ അധികാരികൾക്ക് മറുപടിയുമില്ല. ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ഒരു പ്രദേശത്തിന്റെ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഈ റെയിൽവേ ഗേറ്റിന് പിന്നിൽ തളച്ചിട്ടിരിക്കുന്നത്. ഇരവിപുരം റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിന് കുറുകെ മേൽപ്പാലം നിർമ്മാണം തുടങ്ങിയപ്പോൾ നാട്ടുകാരും സന്തോഷത്തിലായിരുന്നു. എന്നാൽ പിന്നീടത് ദുരിതമായി മാറി. 2017 സംസ്ഥാന സർക്കാർ റെയിൽവേ മേൽപ്പാലം പ്രഖ്യാപിച്ചത്. 2019 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം ഏറ്റെടുത്ത് മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. 2021 മുഖ്യമന്ത്രി പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനവും ചെയ്തു. റെയിൽവേ പാളത്തിന്റെ രണ്ടറ്റത്തും ഭീമുകൾ സ്ഥാപിച്ചതല്ലാതെ നിർമ്മാണം മുന്നോട്ടു പോയില്ല. അടിയന്തര ആശുപത്രി സേവനങ്ങൾക്കുൾപ്പെടെ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾക്ക്. രാഷ്ട്രീയ മത്സരങ്ങളും പാളത്തിന്റെ നിർമ്മാണം വൈകുന്നതിന് കാരണമാകുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. മേൽപ്പാലത്തിന്റെ നിർമ്മാണം നിലച്ചതോടെ ഇവിടുണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളിലും വരുമാനം കുറഞ്ഞു. സഞ്ചാരപാത അടഞ്ഞതോടെയാണ് സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ എണ്ണം കുറഞ്ഞത്.
ഭൂമി ഞങ്ങൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ അത് ഗിഫ്റ്റിലെ ഫണ്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം ഭൂമി പിടിച്ചു വാങ്ങിയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വിലയൊന്നും തന്നില്ല. 3 ലക്ഷം രൂപ ഇവിടെ വിലയിട്ട്. എന്നിട്ട് കടയും എല്ലാം പോയി. ഇവിടെ തന്നെ 5 ജോലിക്കാരുണ്ട്. ജോലിക്കാരും എല്ലാം പോയി. ഞങ്ങൾക്ക് ഇവിടെ വെറുതെ ഇപ്പോൾ ഇവിടെ കുത്തിയിരിക്കും. ഒരു ജനവാസമില്ല. അപ്പുറത്ത് ഇങ്ങോട്ട് ആൾ വരത്തില്ല, ഇവിടുന്ന് അങ്ങോട്ട് ആൾക്ക് പോകാൻ വയ്യാതെ കിടക്കുക. ഇത് ഇവരെന്തോ കാരണത്തിലാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇട്ടേക്കെന്ന് അറിഞ്ഞാൽ അവരുടെ ഇനി ഫണ്ട് ഉണ്ടായിട്ടാണ് ഇത് ചെയ്തതെന്ന് അവർ പറഞ്ഞത്. ഇപ്പോൾ ഫണ്ടില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഫണ്ടില്ല. പിന്നെ അവർ രാഷ്ട്രീയ കളിയാണ് ഇപ്പം നടക്കുന്നത് ഇവിടെ. ഞങ്ങളെല്ലാം വളരെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. കച്ചവടമൊന്നുമില്ല, വെറുതെ ഇവിടെ തുറന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ ഇത്തരം പ്രായമൊക്കെ ആയതിന് എവിടെ പോയി എന്തോ ചെയ്യാനാണ്. ഇരവിപുരം വാളത്തുങ്കൽ വഴിയുണ്ടായിരുന്ന ബസ് സർവീസുകൾ നിലച്ചത് ഈ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം കൂട്ടി. ദേശീയപാതയിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടണം. വാഹനപ്പെരുപ്പം മൂലം മാടൻനട റെയിൽവേ ഗേറ്റ് വഴി വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി പോലീസിനെ നിയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കൊല്ലം. ഈ ടിക്ടോക്ക് നിരോധിക്കാൻ ശ്രമിച്ച ആളാണ് ഡൊണാൾഡ് ട്രംപ്, മുൻ അമേരിക്കൻ പ്രസിഡന്റ്. പക്ഷേ ഇപ്പോൾ ഈ ടിക്ടോക്കിൽ തന്നെ അക്കൗണ്ട് എടുത്തിരിക്കുകയാണ് ട്രംപ്. സുരക്ഷാ കാരണങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഒരിക്കൽ അദ്ദേഹം ടിക്ടോക്ക് നിരോധിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഈ ടിക്ടോക്കിൽ സജീവമായ ബൈഡന് ട്രംപിൻ്റെ വരവ് ഒരു വെല്ലുവിളിയായിരിക്കുകയാണ്. ടിക്ടോക്കിൽ അക്കൗണ്ട് തുറന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 1 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സിനെയാണ് ട്രംപ് നേടിയത്. US പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ട്രംപ്. യുവാക്കളെ കയ്യിലെടുക്കാനാണ് ടിക്ടോക്കിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. എതിർ സ്ഥാനാർത്ഥി ബൈഡനും ടിക്ടോക്ക് പ്രചാരണത്തിൽ സജീവമാകുന്ന പശ്ചാത്തലത്തിലാണ് വിട്ടുകൊടുക്കാതെ ട്രംപും ടിക്ടോക്കറാകുന്നത്. ന്യൂജേഴ്സിയിൽ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് പരിപാടിയിൽ അനുയായികളെയും ആരാധകരെയും കൈവീശി കാണിക്കുന്ന ഒരു ഹ്രസ്വ വീഡിയോയും ട്രംപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രസിഡന്റായിരുന്നപ്പോൾ ട്രംപ് ആപ്പ് നിരോധിക്കാൻ നീക്കം നടത്തിയിരുന്നു. പിന്നീട് കോടതി ഇടപെട്ടാണ് ഇത് തടഞ്ഞത്. ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ടിക്ടോക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.